അങ്ങനെയാണ് ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിലും ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണല്ലോ. ട്രംപ് ഇപ്പോൾ സമാധാനത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് എന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് സമാധാനത്തിൻ്റെ പാത തുറന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അപ്പോൾ ഇസ്രായേൽ മറ്റൊരു വഴിക്ക് പോവുകയാണല്ലോ. ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഒരു വേള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് നെതന്യാഹുവിനെ ക്രേസി എന്ന് വിളിച്ചു എന്നൊക്കെ ആ രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും യുദ്ധം വേണ്ട എന്ന നിലപാടുള്ളവരാണല്ലോ അമേരിക്കയിൽ ഇപ്പോഴും കൂടുതൽ, സർവേ അനുസരിച്ച്. മഞ്ജുഷ്, ഒരു പരിധി വരെ താങ്കൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് സഹപാനലിസ്റ്റ് പറഞ്ഞതിനോട് ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇസ്രായേലും ട്രംപുമായിട്ട്, അതായത് ട്രംപും നെതന്യാഹുവുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്നുള്ള കാര്യത്തിൽ അൺകൺഫേംഡ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. എഫിം ബി ഷീറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 96 ദിവസം പിന്നിടുമ്പം ഏകദേശം 4000-നും 6000-നും ഇടയ്ക്ക് ആളപായവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എവിടെ നിന്ന് നമ്മൾ തുടങ്ങി, എവിടെ കൂടെ നടന്നു, എവിടെ വന്ന് നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സങ്കീർണമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞതിനകത്ത് സംശയമില്ല. എന്നാൽ ആ ഒരു ഈക്വൽ സമയത്ത് തന്നെ എനിക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. സഹപാനലിസ്റ്റ് ആരൊക്കെ പറയുന്നത് കേട്ടു, അമേരിക്കയുടെ കപ്പാസിറ്റി കുറഞ്ഞു, അല്ലെ അമേരിക്കയെ ഒരു മുഖവിൽ കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു. അത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു മിലിറ്ററി ഫോഴ്സിന്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏത് ശക്തിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും അമേരിക്കയുടെ മിലിറ്ററി മൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ളൊരു കാര്യമില്ല. പക്ഷേ എന്നാൽ നമുക്ക് റീജിയണൽ ഡിഫറൻസുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ കുഴപ്പമില്ല. അത് ഒന്ന്. രണ്ടാമത്തേത്, സമാധാനത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണെങ്കിലും, അതായത് എന്തിനാണ് അമേരിക്ക അവിടെ പോയത്? അമേരിക്ക പോയത് രണ്ട് പ്രധാന കാര്യങ്ങളുമായിട്ടാണ് അവിടെ പോയത്. ഒന്ന്, ഇറാന്റെ ഇപ്പോഴത്തെ കറണ്ട് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു പുതിയൊരു ഭരണം സ്ഥാപിക്കുക എന്നുള്ള ഒരു IRGC വിട്ടിട്ട് വേറൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു എങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി, അത് കഴിഞ്ഞ 2-3 ദശകങ്ങളായിട്ട് അമേരിക്കയിൽ അല്ലെ ലോകത്തിൽ മൊത്തമായിട്ടൊരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം ഇതിനു മുമ്പ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുകയും എന്ന് തൊട്ട് ആ ഡീൽ ഉണ്ടായോ അന്ന് മുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ട്രംപ് പ്രസിഡന്റ് ആകാതിരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അമേരിക്ക ഇറാന് സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ ഈ ഒരു ഡീൽ എടുക്കുന്നതോടുകൂടി വീക്ക് ആവുകയാണ് ചെയ്തത് എന്നുള്ളത് ഇത് വന്നു. ആദ്യത്തെ ടൈമിൽ വന്നു, രണ്ടാമത്തെ ടൈമിൽ അത് ആദ്യത്തെ ടൈമിൽ തന്നെ ആ ഒരു എഗ്രിമെന്റ് മറിച്ചിടുകയും അതിനുശേഷം റീനെഗോഷിയേഷൻ തുടങ്ങുകയും അത് ഒരിടത്തും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിവിധിയാണ് വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇസ്രായേലിന് വേണ്ടി, അല്ല ഇസ്രായേൽ പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ കൈ പിടിച്ച്, അല്ലെ ഇസ്രായേലിന്റെ തോളിൽ കയറി, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ തോളിൽ കയറി, എങ്ങനെയും ആയിക്കോട്ടെ ഈ ഒരു സ്ട്രൈക്കിൽ വന്നു. ഈ രണ്ട് കാര്യവും നടന്നില്ല. ഇത് ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ ആ ഒരു ത്രെട്ട് എവിടെയായിരുന്നു അത് അവിടെ തന്നെ ഉണ്ട്. എന്തായത് ഒരു മേ ബി 5-6 മാസം അല്ലെ 2-3 വർഷം അതിനെ മുന്നേക്ക് വലിക്കാൻ പറ്റി എന്നതിലകം അധികം പോയില്ല സ്ട്രാറ്റജിക്കലി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഇപ്പം അഡ്മിനിസ്ട്രേഷൻ പോയി, IRGCയുടെ പുതിയ ഒരു എക്സ്റ്റൻഷൻ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തേത്, ഈ നിങ്ങൾ പറഞ്ഞ മുടക്ക് തന്നെ ഹോർമുസ് എന്ന് പറഞ്ഞ അത് ന്യൂക്ലിയർ ബോംബിനേക്കാളും തൊട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെ അത് നമ്മൾ പേപ്പറിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുകയോ മാത്രമല്ലായിരുന്നു, അത് റിയാലിറ്റി ആയിട്ട് കേരളത്തിലുള്ള ആൾക്കാരുടെ അടുക്കളയിലും അമേരിക്കയിലും ഇവിടെ പെട്രോൾ അടിക്കുന്ന ഞങ്ങൾക്കും രോഗം ആകമാനം എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കേസാണ്. നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ഒരു യുദ്ധം വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും, വല്ലവരെയൊക്കെ പട്ടി കടിക്കുമ്പോൾ ഒരു വേദനയുണ്ട്, ആ പട്ടി നമ്മുടെ സ്വന്തക്കാരെ കടിക്കുമ്പോൾ വേറൊരു വേദനയാണ്, പക്ഷെ ആ പട്ടി വന്ന് സ്വന്തം കാലെ കടിക്കുമ്പോൾ വേറൊരു വേദനയാണ് എന്ന് പറയുന്നതോടെയാണ്. അപ്പൊ ഈ ഒരു യുദ്ധം വല്ലവരുടെയും കാലെ കടിച്ച ആ ഒരു വേദനയല്ല, നമ്മുടെ കാലെ കടിക്കുന്ന ഒരു വേദന തന്നെ എല്ലാവർക്കും വരുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രഷറിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്കും ഇറാനും ഒരു പരിധി വരെ ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് അടിക്കണം. എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സമയാവമാണ് അവർ നോക്കുന്നത് എന്നാണ് എനിക്ക് നോക്കിക്കാണുന്നത് ഇവിടെ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് ഇറാന്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ ഇറാന് പറയാൻ പറ്റുമോ, ഇറാന്റെ തറവാട്ടിലാണ് നിൽക്കുന്നത്, അവർക്ക് പിന്നെ റീകൂപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടേ എന്ന് പറഞ്ഞാലും അമേരിക്കയുടെ മിലിറ്ററിയുമായിട്ട് അത്രയും സോഫിസ്റ്റിക്കേറ്റഡും സാങ്കേതിക വിദ്യ മുന്നതും ഉള്ളത് കാരണം അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു ക്ഷാമമില്ല. അൺലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്, പൈസയുണ്ട്, മണിയുണ്ട്, സപ്പോർട്ടുണ്ട്, വെപ്പൺ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്നാലും ഇവിടെയുള്ള ഡൊമസ്റ്റിക് പോളിസിയുടെ കാര്യത്തിൽ ട്രംപിന് വളരെയധികം ഒരു സെറ്റ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അമേരിക്കക്കാർക്ക് ഒരു ഫേവർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. 69 അല്ലെങ്കിൽ 70% അമേരിക്കൻസ് ഇൻക്ലൂഡിംഗ് കീ റിപ്പബ്ലിക്കൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രംപ് അഡ്മിനിസ്ട്രേഷനോട് ഒപ്പോസ് ചെയ്യുകയാണ്. ഈ യുദ്ധം എത്രയും വേഗം നിർത്തിയിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇഷ്യൂല് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 4 മാസത്തിലേക്ക് യുദ്ധം കടക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണല്ലോ അല്ലേ? ചർച്ചകൾ നടക്കുന്നുമുണ്ട് അതിനുവേണ്ടി. പക്ഷേ ഇപ്പോൾ
ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ കാരണമായത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആക്രമണമാണല്ലോ. അതും സംശയമില്ലാത്ത കാര്യമാണല്ലോ അല്ലേ? എണ്ണക്കപ്പലുകൾ ആക്രമിച്ചത്, അതിനുശേഷമാണല്ലോ തിരിച്ചാക്രമണം ഇറാൻ നടത്തിയതും, പിന്നെ അടുത്ത ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പിന്നീട് ഗൾഫിലേക്ക് ആക്രമണം വരുന്നു. അങ്ങനെയല്ലേ? അതല്ലേ ആ ഒരു പരമ്പര ഇത്തവണ ഉണ്ടായത്? മഞ്ജുഷേന്റെ രണ്ട് ആംഗിൾ ഉണ്ട്. ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അമേരിക്കയും ഇറാനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോസ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും ഇസ്രായേലിന് അത് പോസ് ചെയ്യണ്ട എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് ആയിരുന്നു. അതുകൊണ്ടിട്ട് ഇറാന് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാതെ ഇറാന്റെ നെക്സ്റ്റ് ഹെസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, മറ്റ് ലെബനൻ ഏരിയയിൽ ഹെവി അറ്റാക്ക് കണ്ടിന്യൂ ചെയ്തു ഇസ്രായേൽ. അപ്പം അവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇസ്രായേൽ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ, ഞങ്ങളുടെ സഖ്യകക്ഷികളെ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഞങ്ങൾക്ക് മേലുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഇറാന് ഇപ്പൊ പറഞ്ഞ മറ്റു പല ഏരിയയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ ഒറ്റപ്പെട്ട മിസൈല് അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ കാണിക്കാൻ അല്ലെങ്കിൽ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഒരു പീസ് ട്രീറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ പേപ്പർ ദർ ഇസ് എ പീസ് ട്രീറ്റി ഉള്ളത് കൊണ്ടിട്ട് ഒരു ഓൾ ഔട്ട് യുദ്ധം അല്ലെങ്കിൽ എവിടെയാണോ നിന്നത് അതിനെ ഒന്ന് വ്യാപിച്ച് ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോവാതെ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസജനകമാണ്. എന്നാൽ രണ്ട് രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ അവരുടേതായ സ്ട്രാറ്റജിയിൽ ഇതിനെ ഒരു എക്സിറ്റ് സ്ട്രാറ്റജിക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബട്ട് ഒരാഴ്ചയോ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മാസമോ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ $1 ബില്യൺ ക്വസ്റ്റ്യൻ. കാരണം ശരി സജിമോൻ, ഈ എക്സിറ്റ് സ്ട്രാറ്റജിയിലേക്ക് പോകുന്നുവെന്ന് പലപ്പോഴും ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ വലിയൊരു തോന്നലായിരുന്നു അത് എക്സിറ്റ് ആവുകയാണ്, യുദ്ധം അവസാനിക്കുകയാണെന്ന്. അങ്ങനെ വന്ന ഈ സമയത്താണല്ലോ ഇപ്പോൾ ഗൾഫിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഉരസി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി ഇപ്പോഴും വരികയാണല്ലോ. അത് ഗൾഫിനെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ലേ? ഐസക് ജോൺ. തീർച്ചയായിട്ടും ഗൾഫ് വലിയ ആശങ്കയുടെ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഇത് എസ്കലേറ്റ് ചെയ്തോറും ഓരോ നിമിഷവും കൂടുന്തോറും ഗൾഫിലെ സാമ്പത്തിക മേഖലയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും പരിഭ്രാന്തിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഹോർമൂസിൻ്റെ അതൊരു ചോക്ക് പോയിന്റ്, അവിടുത്തെ ഒരു സപ്ലൈ ചെയിൻ ഡിസപ്ഷൻ മൂലം ഇത് സെപ്റ്റംബർ വരെ തുടരുകയാണെങ്കിൽ ഓയിൽ പ്രൈസ് 150 കുറയും. അത് ഗൾഫിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് കുറച്ച് നല്ലതാണെങ്കിൽ തന്നെയും ബാക്കിയുള്ള ലോക സമ്പദ്ഘടനയെ തന്നെ അത് തകർക്കും. $150 കൂടുകയാണെങ്കിൽ സെപ്റ്റംബർ വരെ ഹോർമൂസിലെ ആ ക്രൈസിസ് തുടരുകയാണെങ്കിൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൾഫിലെ എല്ലാ മേഖല, ഇപ്പോൾ അടുത്ത കൺസ്ട്രക്ഷൻ മേഖല ഏകദേശം സ്തംഭനാവസ്ഥയുടെ വക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടത്തേക്ക് ഷിപ്മെൻറ്റ് കിട്ടുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.